മാറാത്തത് മാറുമെന്നാണ് കേരളത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. ഒടുവിൽ അവർ തിരുവനന്തപുരം കോർപ്പറേഷനും നേടുന്നുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയതിനു ശേഷം എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം BJP നേതാക്കളുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ആത്മവിശ്വാസത്തിന്റെ ആദ്യ പടിയായാണ് സാക്ഷാൽ നരേന്ദ്രമോദിയെ പോലും അവർ കേരളത്തിലേക്ക് എത്തിച്ചത്. കേരള നിയമസഭയിലെ BJPയുടെ ആദ്യത്തെ MLAയും തൃശ്ശൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച MP നൽകാത്ത എന്ത് ആത്മവിശ്വാസമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചതിലൂടെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു ചരിത്രം അവർക്കുള്ളത് കൊണ്ടാണ്. 1987 അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയിക്കുന്നതുവരെ BJP ഗുജറാത്തിൽ ഒരു മൈനോറിറ്റി ഫോഴ്സ് മാത്രമായിരുന്നു. അവിടെ ഡോമിനന്റായി നിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഈ ഒരു വിജയത്തിൽ നിന്നാണ് ഗുജറാത്തിന്റെ ഭാവി മാറിയത്. കോൺഗ്രസിന് ഗുജറാത്ത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടത്. അതിനൊപ്പം തന്നെ BJPയുടെ ഏറ്റവും വലിയ നേതാവും പിന്നീട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദിയുടെ ഉദയം പോലും ഈ ഇലക്ഷനിൽ നിന്നായിരുന്നു. ആ ഒരു ആത്മവിശ്വാസമാണ് അവർ കേരളത്തിലും വച്ചു പുലർത്തുന്നത്. പക്ഷെ അതൊരു ഓവർ കോൺഫിഡൻസ് അല്ലേ എന്നൊരു ചോദ്യം വന്നാൽ മറുപടി ഉണ്ടാകുമോ എന്നത് സംശയമാണ്. കാരണം മാറേണ്ടത് മാറുമെന്ന് പറയുന്ന BJPക്ക് തന്നെ അറിയാം ഗുജറാത്തിന്റെയോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെയോ അവസ്ഥയല്ല കേരളത്തിനെന്ന്. അത് കേന്ദ്രത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുസ്ഥിര വികസന സൂചികയിൽ സ്ഥിരമായി 1-ാം സ്ഥാനം നിലനിർത്തുന്ന സംസ്ഥാനമാണ് കേരളം. നീതി ആയോഗിന്റെ സംസ്ഥാന ആരോഗ്യ സൂചികയിൽ കാലങ്ങളായി 1-ാം സ്ഥാനത്താണ് കേരളം. സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ജനസംഖ്യയുടെ 1% താഴെ മാത്രമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംസ്ഥാനം. അഴിമതി ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ 1-ാമത് നിൽക്കുന്നത് കേരളമാണ്. ഈ കേരളത്തിലാണ് മാറേണ്ടത് മാറും എന്ന തലക്കെട്ടുമായി BJP എത്തിയത്. പക്ഷെ എന്താണ് മാറേണ്ടത് എന്നാണ് ചോദ്യം. എന്താണ് വികസിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കണക്കെടുത്ത് നോക്കിയാലും മുൻകാലങ്ങളെക്കാൾ ഒരുപാട് മുൻപിലാണ് ഇപ്പോൾ സംസ്ഥാനം. അപ്പോൾ ഇതിൽ എന്ത് മാറണമെന്നാണ് BJP പറയുന്നത്? ഇങ്ങനെ മികവിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഗുജറാത്ത് പോലെ വഴങ്ങി മാറുമെന്ന് വിശ്വസിക്കുന്നതിനെ കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല.